Welcome to my maths cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കടലക്കറിയാണ്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കടലക്കറി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് കടലയാണ്. 1 കപ്പ് കടല തലേദിവസം സോക്ക് ചെയ്യുക, ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞ് നന്നായിട്ടൊന്ന് റിൻസ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കടല. ഇത് ആദ്യം കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എടുത്തേക്കുന്ന വെള്ള ചെണ്ണയാണ്, അതിന് പകരം ബ്ലാക്ക് ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഏകദേശം 1.25 കപ്പോളം വെള്ളം ഞാൻ ചേർത്തു. സോൾട്ട്, 1 ടീസ്പൂണോളം സോൾട്ട്, കുറച്ച് സവോള, ഒരു സവോളയുടെ 1/4 ഭാഗം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കടല വേവാൻ യൂഷ്വലി നന്നായിട്ട് സമയം എടുക്കും. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ഒരു 3-4 വിസിലും കൂടെ വരുന്നവരെ വേവിക്കും. കടല ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഈ ഞാനിപ്പോൾ ചെയ്യുന്ന കടലക്കറി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ചൊരു കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാം. പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് തേങ്ങ, ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങയുടെ ഒപ്പം തന്നെ ചുവന്നുള്ളി, ഒരു 6 അല്ലി ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാണ് ഇവിടെ. നമ്മൾ സാധാരണ തേങ്ങ വറുക്കുന്ന പോലെ ഡാർക്ക് ആക്കത്തില്ല, ഇച്ചിരി ലൈറ്റ് കളറാകുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ കിടന്ന് വേണം തേങ്ങ മൂക്കാനായിട്ട്. തേങ്ങ ഈ ഒരു പരുവം മതി, വളരെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞിട്ടേക്കുന്ന വെളുത്തുള്ളി ഇട്ട് 1 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഞാൻ ഈ പാൻ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ. അയണിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ബേൺഡായി പോകും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഓഫ് ചെയ്ത ശേഷം പൊടികൾ ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് കൂളാവട്ടെ. കൂളായ ശേഷം നമ്മൾ നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കും. ഈ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ നന്നായിട്ട് കൂളായി, ഇത് അരച്ചെടുക്കാം. ഈ മിക്സറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുവാണ്. ചൂട് അരയാനുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരയണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആകുന്ന വരെ അരയ്ക്കും. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടായി ചൂടാക്കി ആ ഗ്രേവിക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കടലക്കറിയുടെ ഗ്രേവിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു 3 കഷ്ണം ഉലുവായും ഇട്ടിട്ടുണ്ട്. കടുകും ഉലുവായും പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ആണിയൻ സ്ലൈസ് ചെയ്തത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ
ഒരു പച്ചമുളക് 4 കീറിയിട്ടേക്കുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, അതും ആഡ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ സോട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം അണിയൻസ് കുക്ക് ചെയ്യാനായിട്ട്. അണിയൻസൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 2 ചെറിയ ടൊമാറ്റോ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിഗ് ടൊമാറ്റോ യൂസ് ചെയ്യാം. ടൊമാറ്റോസ് ഉടനെ നല്ല പേസ്റ്റ് പോലാണ്, അതുവരെ കുക്ക് ചെയ്യാം. ടൊമാറ്റോസ് ഇട്ട് കഴിയുമ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടിങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടയ്ക്കും കേട്ടോ, പെട്ടെന്ന് കുക്കാവാനായിട്ട്. അപ്പോൾ അതങ്ങ് നന്നായിട്ട് മാഷ്ഡായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി, ഫെനൽ പൗഡർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ റെസിപ്പിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ മസാല അതുകൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്, കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും, പ്ലസ് ഒരു ടേസ്റ്റ് വേണം, ആ വറുത്ത് ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അടുത്തായിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം നോക്കിയാൽ ഗ്രേവിയൊക്കെ കറക്റ്റ്, കുറച്ച് ഗ്രേവിയേ ഉള്ളൂ, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കടല വേണമെങ്കിൽ കുറച്ചെടുത്തിട്ട് അരച്ചും വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്, തേങ്ങ അരച്ച് ചേർത്തേക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ കുറച്ച് കടലയും കൂടി എടുത്ത് അരച്ചിനകത്തേക്ക് ചേർത്താൽ ഒരു കൊഴുപ്പ് കിട്ടും. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ എണ്ണ തെളിഞ്ഞ് വരും, ആ ഒരു പരുവം വരെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മളൊരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. കടലയ്ക്കകത്തേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് ഒന്ന് ഉടച്ച് ഒന്ന് മാഷ് ചെയ്യുക. കുറച്ച് കടല ഓഫ് ചെയ്യുക കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് മല്ലിയില ഇടണമെങ്കിൽ മല്ലിയില ഇടാം, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കറിവേപ്പില തന്നെ ലാസ്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ നാടൻ ഫ്ലേവറിലാണല്ലോ ഈ കറി ചെയ്ത്, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ചേർത്തു. കടലക്കറി നല്ല തിക്കായി, നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം.
നമ്മുടെ തേങ്ങ അരച്ച ഈ കടലക്കറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് പുട്ട്, പൂരി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനോടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല റെസിപ്പീസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.